வலியண்ணா சுகமானோ என்ன சிரிக்கிறீங்க அல்லோ உன்னோட பேர் என்ன? ബോസനെ വഴിയിലെന്ന് വിളിച്ചിട്ട് പലതവണ ഞാൻ പറഞ്ഞു നിന്നോട്. ഉന്നോட പേര് என்ன? என் பேரு സോമുജാൻ. എന്ത് കുണ്ണയായാലും നീ ഒരു അപരാധി പോലാണ് നിന്റെ മോത്തെരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്നെ എനിക്ക് കാണണ്ട, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീ ഇനി എന്നെ വിളിച്ചോണ്ടത് ഹലോ ഹലോ അതുപോലെ പറയാതെ നിനക്ക് തന്തേണ്ട, നിനക്ക് തന്തേണ്ട, തന്തേണ്ട, നിനക്ക് തന്തേണ്ട. നോട്ട് പാഡില് ഉനക്ക് തന്തയില്ലെന്ന് പോട്ടിരിക്കேன் അതാனே. ഇല്ല നിനക്ക് തന്തയില്ല. ഈ അച്ഛനെ തോട്ടത്തിന് ഞാൻ ഇപ്പൊ സംസാരിക്കില്ല. ബോസനെ മറ്റേ ആ സോനു പപ്പടി മറ്റേ ഇതാന്ന് വിളിക്കുന്നത്. നീടെ എവിടെ മാർക്കില്ലടാ നീടെ താഴെ താഴെ പച്ചമുടിയുള്ള ഏതൊരു വണ്ടിക്കിട്ട് അടിക്കുന്നത്. ചന്ദ്രൻ വണ്ടി നിർത്തണേ, ചന്ദ്രൻ വണ്ടി സോനു ഇത് തന്നെ ചന്ദ്രൻ സോനുവാണോ സോനുമാമനാണോ നോക്കിയേ? ധാരം നോക്കിയ എന്തിനു? പേരെന്താ? സോമുജാൻ. എങ്ക അക്ക പേര് അലീന ജോൺ. അക്ക അലീനക്ക് തന്ത പോലില്ല. മക്കളെ എല്ലാം കിട്ടുന്നതാ. സോനു സോനു ഇന്താ ചന്ദ്ര യാറ് ഇവനെ കൊല്ലും കേട്ടോ, ഒരു സംശയമില്ല. അവനെ ഇന്നലെ അവനെ കൊല്ലും, ഒരു നീകൻ ചത്ത് കേട്ടോ ചന്ദ്ര. ഹലോ, നീകൻ ചത്ത്, നീകനെ കൊന്നിട്ടവൻ. ആര് കൊന്ന്? നീലിനെ വെടിവെച്ച് നീകനായിരുന്നു. വേറെ സംഭവം ഉണ്ട്. ബോസണ്ണ ഞാൻ വേറെ സംഭവം പറയട്ടെ. എന്ത് വിളിക്കണെന്ന് ചോദിച്ചു. അതാണ് കേൾക്കേണ്ടത്. അങ്ങനെ പറയുന്നവൻ ചന്ദ്രന്റെ തട്ടാണ് താന്നിരിക്കുന്നത്, വളിയൻ ചന്ദ്രൻ. ഞാൻ കണ്ട് മാറ്റി കണ്ടിരിക്കുക. എന്തിട്ടാലും ഇത് തന്നെയല്ലേ എന്തൊരു മുഖം? നിന്റെ എനിക്ക് നിങ്ങളുടെ പറയാനുള്ള എന്റെ മൂന്നേ ഉള്ളു. എന്തിട്ടാലും ഇത് തന്നെയല്ലേ? അതല്ല, മൂന്നേ ഉള്ളൂന്ന്, 3% ഉള്ളൂന്ന്. കെവിന്റെ അതേ സൗണ്ട് അല്ലടാ ഇവൻ മോബിക്ക്. കെവിനോ? കെവിന്റെ ഏകദേശം ശബ്ദം പോലെ ശരിക്കും പറയണേ, കെവിന്റെ ഒരു ഏകദേശം സൗണ്ടാണ്. C13 കൊടുക്കാൻ വെച്ചാൽ പഴം വരെ ഉണ്ട് കേട്ടോ കയ്യില്, എല്ലാം ഉണ്ട്. വള്ളി എടുക്കാറുണ്ടാ? ഇല്ല ഇപ്പൊ ഇല്ല. കുറച്ച് വരുമ്പോ എടുത്തായിരുന്നു. വള്ളി എടുക്കാനായിട്ട് ആകെ നമ്മള് 4-5 പെമ്പിള്ളേരും ഉണ്ട് സിറ്റിയില്. ഇതിൽ ആരെ ഞാൻ പോയി വള്ളി എടുക്കണം? പിന്നെ മാവേലിയെ പോലെ നിൽക്കുന്ന ഇടത്തിലൊക്കെ ഉണ്ടോ ചന്ദ്രന്റെ മോനാന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത മോൻ. അത് മോനല്ല, മോനല്ല, അക്ക അക്ക അളിയനല്ലേ, അളിയൻ. അലിയുടെ അച്ഛൻ, അലിയുടെ അച്ഛൻ ചന്ദ്രൻ അവന്റെ വളിയൻ. ഞാൻ അവന്റെ കാര്യമായിട്ട് സംസാരിക്കട്ടെ അവന്റെ അടുത്ത്. കാര്യമായിട്ട് സംസാരിച്ച് അവസാനം തലയിലായിരുന്നു മോനെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് ഒരു മോനായത് പിള്ളേ. അപ്പ പിള്ളേ അമ്മ പിള്ളേ എന്ന് പറഞ്ഞ ഇവ അപ്പാതൊക്കെ വിളിക്കുന്ന ഗതികേട് ആലോചിച്ചു. അയ്യോ ചിന്തിക്കാൻ പോലും പോയി കേട്ടാ. അവനെ തീറ്റി മാറ്റം വേണം. നിന്ന് നിപ്പിന് ഉറങ്ങി ആളെ ഉറക്കണീക്കാൻ വേണ്ടി കൊടുവേക്കുണ്ട്. ബർഗർ, മസാല ദോശ എന്നൊക്കെ പറയാനാണ് ആളെ എഴുന്നേക്കുന്നത് ഉറക്കത്തിൽ. അങ്ങനൊക്കെ ഉണ്ട്. വളരാനുള്ള പ്രായമല്ല. വലിയണ്ണാ സുഖമാണോ? என்ன சிரிக்கிறீங்க அல்லோ உன்னோட பேர் என்ன? ബോസനെ വഴിയിലെന്ന് വിളിച്ചിട്ട് പലതവണ ഞാൻ പറഞ്ഞു നിന്നോട്. ഉന്നോட പേര് என்ன? എൻ പേര് സോമുജാൻ. എന്ത് കുണ്ണയായാലും നീ ഒരു അപരാധി പോലാണ് നിന്റെ മോത്തെരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്നെ എനിക്ക് കാണണ്ട, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീ ഇനി എന്നെ വിളിച്ചോണ്ടത്. ഹലോ ഹലോ അതുപോലെ പറയാതെ നിനക്ക് തന്തേണ്ട, നിനക്ക് തന്തേണ്ട, തന്തേണ്ട, നിനക്ക് തന്തേണ്ട. നോട്ട് പാഡില് ഉനക്ക് തന്തയില്ലെന്ന് പോട്ടിരിക്കேன் അതാனே. ഇല്ല നിനക്ക് തന്തയില്ല. ഈ അച്ഛനെ തോട്ടത്തിന് ഞാൻ ഇപ്പൊ സംസാരിക്കില്ല.
ചന്ദ്രന് ഇഷ്ടപ്പെട്ടാ ഇത് ചന്ദ്രന്റെ മോൻ തന്നെയാ. ഏത് സ്ലാങ് ഒക്കെ അതുപോലെ ഉണ്ടല്ലോ. ക്യാരി പണ്ണുങ്കോ ക്യാരി പണ്ണുങ്കോ പണ്ണുങ്കോ പണ്ണുങ്കോ. കേറി അപ്പുറ സൈഡ് പോ, പോ, ശരി, ശരി. വിട്ടോ, വിട്ടോ. അപ്പൊ കേറി കേട്ടോ, അവൻ കേറി കേട്ടോ. വയറൊക്കെ ഇറക്ക്, ഇറക്ക് അവനെ. ബോസന, ബാലന്റെ ബോസന. ബേബലിന്റെ തോളത്താണ് അവൻ. എന്റെ തോളത്തൊന്നുമല്ല, ഞാൻ ക്യാരി ഇടാന്ന് ആരുടെ തോളത്ത്. അവൻ നിന്റെയിലാണ് ക്യാരിഡ് അയച്ചത്. ഇന്ത്യയിലെ ഡേയ് മുതലേ നീ ആദ്യം അളിയാന്ന് കൂപ്പിടാ പടി കേട്ടാ, എന്നിട്ട് നീ സംസാരിച്ച കേട്ടാ പട്ടി. അല്ല ചന്ദ്ര, അവന്റെ നാട്ടിൽ അങ്ങനെയാന്ന് വളിയാന്ന് വിളിക്കുന്നത്. എന്നാ നീ അളിയാന്ന് ആദ്യം വിളിക്കാൻ പടി, എന്നിട്ട് നീ സംസാരിച്ചത് എന്റെ അടുത്ത്. അല്ല നീ ഏത് വകയിലെ അലി വിളിക്കുക? അലീനക്ക് ഒരു തന്ത മാത്രല്ലേ ഉള്ളൂ, അവന് വേറെ ചേട്ടനൊന്നുമില്ലല്ലോ. പിന്നെ നീ അങ്ങനെയല്ല ഉன்னை வந்து அக்கா வந்து வெயிட் செய்து நோக்க வெயிட் செய்து நீ എവിടെ പോയെന്ന് അറിയില്ലേ? അക്കാക്ക് റെസ്പെക്ട് കൊടു. എവിടുന്ന് വരുന്നടാ? അതെ, എനിക്കൊരു പിഴച്ച മോളുണ്ടായിരുന്നു, അവനെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇപ്പൊ അവനായിട്ട് ഒഴിഞ്ഞു പോയത്. എവിടെയോ നശിച്ചവൻ. ഈ കണ്ട തെണ്ടുകളല്ലേ എടുത്ത് മറ്റേ തോളിക്കറ്റി അടക്കം. എനിക്ക് എന്തോന്ന് അനാഥാലൊന്നുമില്ല എനിക്ക്. തുടങ്ങുക ചന്ദ്ര. പിന്നെ അനുഭവം പറയാതെ അറിയാ അളിയന്റെ ഊറി നോക്കാം. അളിയാന്ന് മച്ചമ്മന്നൊക്കെ വിളിക്കുന്ന എടാ ഒരു കാര്യം ചെയ്യ്, നിന്റെ കട്ടിക്കോ. ശരി നിന്റെ ID കാർഡ് കാണിക്ക്. സോനു പപ്പടി കാണീര് കാണീര്. இந்த ஐடி கார்டு காட்டா. നിന്റെ ID കാർഡ് കാമി. உனக்கு போன் வந்திருக்கோ സംസാരി. ഹലോ നീക, ഒരു സെക്കൻഡ് കാണുന്നില്ല, ഒരു സെക്കൻഡ്. ഹലോ ഇതിനകത്ത് ഹലോ അതെ, ഇപ്പൊ ഒരു പയ്യൻ വരും, അവനെ വേണം നീ വളിയാന്ന് വിളിക്കുക. അതാണ് നിന്റെ ശരിക്കുള്ള വളിയൻ. ഞാൻ അളിയൻ. ഫോട്ടോ ഒബാമ. ഓക്കേ. ഹലോ ഇവിടെ കാണിക്കണ ID കാർഡ്. ഞാൻ പറ നിന്റെ ID കാർഡ് കാണിക്ക്. ഇവന് നിന്നുറങ്ങുന്ന ബർഗർ, മസാല ദോശ, ചായ്, വട. ഉറങ്ങിയവൻ. വടക്കാണീറ്റ് നമ്മളെ ഹലോ ആക്കൊരു വട വാങ്ങിച്ചു കൊടുക്കണേ. ആക്ക് വട വേണം ഇനി. ഇവൻ ഉറങ്ങുന്നു. നോട്ട്സ് എടുത്തോക്ക്. നിന്ന് പിന്നെ ഉറങ്ങും, നോട്ട്സ് പിന്നെ എടുത്ത് മറന്നു നോക്കണേ. പോകും. ആക്കെ ഉറക്കത്തിൽ നീറ്റാ മറന്നു പോകും. അങ്ങനെയൊക്കെയാണ്. അല്ല, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ കഴിക്കാനായിട്ട് ഒരു വട കൊടുക്കണം. ഇതേ പ്രശ്നമാണ്. വട അക്ക അലീന ജോനെ എന്തെങ്കിലും. വലിയൻ ചന്ദ്രബോസ് തണ്ടല്ലേ. അത് അളിയനെ നാക്ക്. എലിക്കുട്ടി. അത് അളിയനെ നാക്ക്. അത് അളിയനെ നാക്ക്. അളിയനെ നാക്ക്. അത് അളിയനെ നാക്ക്. ഓക്കെ. അത് നിന്റെ TV നീക്കാൻ വളിയൻ. அதுக்கப்புறம் பரியக்கா எலிக்குட்டி. പറയക്ക എലി കൊട്ടയെന്നാ. വാസുവിന്റെ പേര് നോക്ക്. വാസുവിന്റെ പേര് വാസുണ്ണ ആരാണ്? அப்புறம் பரியண்ணன் வாசு. அப்புறம் சிங்கல்லோலன் பிங்காரு. ஆஸ் பூட்டல் தண்டையிலானவன். கண்ணாப்பி നിനക്ക് ഈ ഫോൺ കിട്ടിയേ. അതെ, നോട്ട് ചെയ്ത് വെച്ചിരിക്കേ. ഇത് ആരുടെ ഫോണ്? ബാലൻ. ഇത് ആരുടെ ഫോണാരുടെ? കിണറ് ഫോൺ എന്നോടുണ്ട്. പിന്നെ ഇതാ സേവ് ചെയ്ത് വെച്ചേക്കുന്നേര്. ബാലൻ കിണറ്. ഹലോ അളിയാ, കേക്കാവോ അളിയാ? അളിയാ ഹലോ എടാ അളിയാ, എടാ മൈക്ക് ഓണാക്കി സംസാരിടാ പന്ന. ഫുഡ് വേണമ്മാ, ഫുഡ് ഉണ്ടായി അണ്ണാ. കണ്ടമാ. ഹലോ എടാ ചന്ദ്രന് ബർഗർ ചൂട് ബർഗർ കിട്ടില്ല. ബർഗർ എനിക്ക് അവന്റെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. മുതുക്കിന്റെ മോളുണ്ട് പെട്ടെന്നാ. എവിടാ നീ? ഹോസ്പിറ്റൽ 048040. വെയിറ്റ് എടാ കിട്ടില്ല ബർഗറാണ്. ഇവന്റെ ബർഗർ നീ ഇങ്ങനെ വിളിച്ചിട്ട് ആദ്യം അവന്റെ ബർഗർ വാങ്ങിക്കോ. എവിടെ ഇല്ല, ബർഗർ കഴിയും. ബർഗർ കഴിച്ചാണ്. കയ്യിലുണ്ട്, കഴിച്ചാ മതി. ബർഗർ ഒന്ന് വെച്ചാണ്. കയ്യിലുണ്ട്. കയ്യിലുണ്ട്. ടേസ്റ്റ് ആണോ ബോസണ്ണ? എന്തോ അതെ, ഒരു ചൂട് ബർഗർ ജെട്ടിലിന് എത്തുന്നുണ്ട്. ചൂടാതാ ഇറക്കും. അളിയാ
ഇതിന് മറ്റേ തത്തയില്ലാത്ത സൂര്യമുദ്ര തയ്ച്ചാൽ മതിയായിരുന്നു. അല്ലല്ല ഇവന്റെ അടുത്ത് അല്ലല്ല എനിക്ക് അവന്റെ അടുത്ത് കുറച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവനേട് ക്യാരി പണ്ടുങ്കോ ചന്ദ്ര രണ്ട് പൂട് ഇരിക്കുന്നു. ഓടട്ടെ ചില സാധനങ്ങളെ മുളയില് ഇന്ന് തീരുമാനം ഉണ്ടാവും. അടിച്ചിട്ടുണ്ട്. ഓക്കേ. ചന്ദ്ര വായിന്റെ സൈഡിൽ രണ്ട് പൂട് ഇരിക്കുന്നു. Yes. ജെട്ടിന്നെടുത്തില്ലടാ കാണും. ഞാൻ പഞ്ചാബ് ചന്ദ്രന്റെ കൂടെ പോയിട്ടിരിക്കേ. ചന്ദ്രൻ എങ്ങോട്ടാ പോന്നെ? നമുക്ക് പോയതറച്ച് ഓക്കെ ഞാൻ വന്ന് പസങ്ങളോടെ പോയിട്ട് വരെ. വാലളവ് കേട്ടോ വാലളവ് ഇനി ഇറ്റാച്ച് വന്ന് വാലളവ്. ചന്ദ്ര ആ കാര്യമൊക്കെ അറിഞ്ഞു ചന്ദ്രന് ഇല്ലാതിന് അത് കുറച്ച് വൈകാതെ അറിയും. ഒഫീഷ്യലി അവര് തന്നെ പറയുന്നത്. വണ്ടിയുടെ സുഖല്ലേ? എടാ അളിയ ഒരു ഡൗട്ടാണ്. നമ്മളെല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. MHRന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ നിനക്ക്? പറഞ്ഞ പറയുന്നുണ്ട് എനിക്ക് കേട്ടൂടാ. കേട്ടോ അവൻ പറഞ്ഞു. ഇപ്പൊ ഒന്ന് പറയുന്നില്ല, നേരത്തെ പറയുന്നത് അവരത് പറഞ്ഞേട്ടാ. എന്തുകൊണ്ടല്ലേ ബാല ഞാൻ പറഞ്ഞേ പല ഒറ്റയ്ക്ക് വിളിച്ചാൽ പോരെ ഇതിനെ വെക്കുവൻ. അല്ല കാര്യമായിട്ട് ആ പോക്കാണ് അവൻ മനസ്സിൽ കൊണ്ടുപോകുന്നത് നിന്നെ ഇപ്പം. സർവാണിയെ കിട്ടിക്കുന്നത് ശർവാണി ടർവാണി വണ്ടി കയറ്. അറവാണി വണ്ടി നമ്മളത് വണ്ടി അളിയാ നിന്നെ കാണാൻ ഒരാളൊന്ന് വെയിറ്റ് ചെയ്യും. വേണ്ട നിന്റെ വളിയെത്തി അളിയാ നിന്നെ കാണാൻ ഒരാളിയെത്തി. ശരി നിന്നെ കാണാൻ ഒരാളെത്തി. എടാ ആള് നീഗന്റെ പടി. ഇതാണ് വളിയർ നീ പറഞ്ഞ. എന്റെ നെയിം എന്നാ വളിയനാ? വിളിക്കണം അതുപോലെ തീട്ട വരണ്ടല്ല കുത്തി പൊട്ടിച്ചതിന്റെ തീട്ട വേറെ ഞാൻ എടുത്തിക്കട്ടാ. അവ കശക്ക് പറഞ്ഞ വിട്ടാ നീ ഇവിടെ കിടക്കും. എല്ലാരും കൊണ്ടുവന്നേ. എല്ലാരും കൊണ്ടുവന്നേ. എല്ലാരും കൊണ്ടാ ഇത് ഞാൻ കാര്യം പറയട്ടെ. ഇത് ആരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതുപോലെ വന്നതൊക്കെ ഇത്തിൽ കണ്ണിയെ പോലെ വന്നിട്ട് തഴച്ചങ്ങ് വളരെ മനസ്സിലായില്ല. എന്നിട്ട് അവസാനം സമാന്തരം നമ്മുടെ ജീവിതകാലം മൊത്തം അതുകൊണ്ട് പറയുന്നത് ഇവരെയൊക്കെ മുളയിലെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇവനെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇന്റർവ്യൂ ചെയ്യാം. അതറിഞ്ഞൂടാ അവളുടെ അപ്പനെ ശേഷിയില്ലാത്തവരെ ഞാൻ പറഞ്ഞിട്ട് ഇത് ഇതുപോലെ ആങ്ങളെന്ന് പറഞ്ഞാൽ നാളെ ചന്ദ്രന്റെ മോനായി ശേഷിയില്ലാത്തവരുടെ ഒരേ ഒരു മോളാണ് അവള്. നീല മുടിയാണോ എന്നെ അടിച്ചേപ്പിക്കാൻ നോക്കി. ഞാൻ ഒരു കാര്യം ബാബുശേട്ട് അങ്ങനെ വന്ന് കൺഫേം ഇവന് തുറ 2 ക്ലോസറ്റ് വേണം കേട്ടാ. ഒരു ക്ലോസറ്റ് ഒരു എന്തിരിക്കുന്നില്ല, മറ്റേ ക്ലോസറ്റ് അപ്പൊ താഴെ പോത്തില്ലടേ. വെടിവെച്ചാലും കേക്കത്തില്ല. ഞാൻ എല്ലാ സൊല്ലത്തരാം. മുതല ഉന്നോട പേരെന്നാ? പേര് സോമനാ. അപ്പൊ എന്നോട് സോനു പപ്പടി എന്ന് പറഞ്ഞത് എന്തിനാന്ന്? അത് ഗേൾസ് എല്ലാം സോമു പപ്പടിന്ന് വിളിക്കും. അപ്പൊ ബുർഗർ ആരാടാ? ബുർഗർ അപ്പൊ നിന്റെ അച്ഛന്റെ പേര് പറ. അച്ഛന്റെ പേര് ജാൻ. ജോൺ. ഫുൾ നെയിം ഉണ്ട്. ജോണിന്റെ ഫുൾ നെയിം ഉണ്ട്. ജാൻ ഫുൾ നെയിം പറയത്തില്ലേ? അതെന്ത്?
അല്ല ഫുൾ നെയിം സ്വന്തം അച്ഛന്റെ പേരറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കാൻ നാണമുണ്ടോ? എല്ലാവരും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതാ പറ ഫുൾ നെയിം പറ. അച്ഛന്റെ ഫുൾ നെയിം പറഞ്ഞൂടെ? ആ. നമ്മൾ ഒന്നര നിന്റെ സ്വന്തം അച്ഛന്റെ പേരല്ലേ ഫുൾ നെയിം ചോദിച്ചേ, വേറെ അച്ഛന്റെ പേരിലല്ല. അല്ലാതെ മോബിയുടെ അച്ഛന്റെ പേര് ചോദിച്ചു വരാനുള്ള പറയുന്നത്. അച്ഛൻ്റെയും പറയോ ബട്ടർ പറയോ? എന്തോന്ന്? അല്ല ഉന്നോട് അച്ഛൻ നെയിം ഉണ്ടാന്ന് ചോദിച്ചേ. എനിക്ക് അത് നീ അറിയണ്ട, ഞാൻ നിന്റെ അച്ഛന്റെ പേരില് ചോദിച്ചേ. അച്ഛന്റെ പേര് പറയാ. ஆனா இப்போ எல்லாருக்கும் தெரியாத எங்க அக்கா யார்ட்டையும் அച്ഛനോട് പേര് പറയാ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അത് നിന്റെ മൊക്കേന്ന് അറിയണ്ടേ നമുക്ക്, അതുകൊണ്ടാ ചോദിച്ചേ. ജോൺ ഡേവിഡ് ആബ്രഹാം എങ്ക അപ്പ പേര്. നിന്റെ അച്ഛനും ജോൺ എന്ന് മാത്രമേ പേരുള്ളൂ, ജോൺ ഡേവിഡ് അബ്രഹാം ഒന്നില്ല. இல்ல 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 അപ്പൊ നീ ഫേക്ക് ചന്ദ്രന്റെ ഓരോ മക്കളും பாட்டா இருக்கிறதுனால எல்லாரும் என்ன கலாய்க்கிறீங்களா? எனக்கு മനസ്സിലായി. അയ്യോ പാവം ചന്ദ്രൻ മോനായിട്ട് ഏറ്റെടുക്കണം. എന്തിനാ പാവം തോന്നുന്നു. പാവം പാവം കേട്ടോ. എടാ എന്റെ തന്തയുടെ പ്രായം ഉണ്ടാവും. സംസാരിക്കട്ടെ ഒരാളടുത്ത് സംസാരിച്ചോണ്ടിരിക്കും. നിന്റെ അക്ക ഇല്ലേ, അക്കാവായിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയിരുന്നു. ബ്രേക്കപ്പ് ആയാ? അല്ലേ അതുപോലെ പറയാതെ. അല്ല അങ്ങനെ நல்லபடியா மேரேஜ் பண்ணாதான் ஊர்லேன்னு வந்திருக்கேன். எந்த ஊருக்கு எல்லா ப்ராப்ளம் தீர்த்து வச்சு உனக்கு அவளுக்கும் கல்யாணம் மாங்கல்யம் தண்டு நானே நான் எல்லாம் செய்து பறையா என் கழுத்துல நோக்கியா உனக்கு அவ இந்த மாங்கல்ய டார்னு இருக்குதா மஞ்ச கயிறு. நீ இந்த கயிறு தான் எங்க அக்கா தலையில கட்ட போறேன். ഞാൻ അക്കാ കയറില്ല, ഈ കയറിൽ നിന്നെ ഞാൻ തൂക്കിയിടും മിക്കവാറും കെട്ടി. നിന്റെ അക്കാതെ ചെയ്യാതെ അതുപോലെ ചെയ്യാതെ ഉനക്ക് സീക്കിരமா മാരേജ് അതുക്കാக தானே ഇവിടെ എത്തി. നിന്റെ അക്കായെ കെട്ടാറൊന്നും പറ്റൂല, ആ മുതുകീനെ. അത് നല്ല പൊണ്ണല്ലേ? പോലെ പറയേ നല്ല 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 പോലെ നോക്കൂ. എന്നെ നല്ല പോലെ നോക്കണ്ട. ഒന്നെടുത്ത ഒന്ന് ഫ്രീയാ, ഒന്നെടുത്ത ഒന്ന് ഫ്രീയാ. അതുപോലെ അല്ലേ ചവിട്ടി നിന്റെ തീട്ട വരെ അടിച്ച് പൊട്ടിച്ചോളെ അവരെ ഇറങ്ങാ ചൂട്. അതല്ലേ നിന്റെ പണി. അങ്ങനെയല്ല സാധനം കളിക്കും. വള്ളിയാണല്ലേ ഇവൻ സിറ്റി പട്ടിണിയാക്കാൻ വന്നേക്കുവാ. നമുക്ക് ഫുഡ് ഉണ്ടാവില്ല ഒരാഴ്ച കഴിയുമ്പോ. എല്ലാം ഇവൻ തിന്നില്ലേ? നിന്റെ ഐഡിയ പറ. എന്റെ ഐഡിയ 283 ഐഡി വേണ്ട. അവനെ ഒതുക്കാൻ വേണ്ടി ഞാൻ മാറ്റി തരാം. എല്ലാ അക്കൗണ്ട് ഫണ്ട് ബാങ്കില ഇവനെ ഒതുക്കി കഴിഞ്ഞാൽ എന്നാ ഉറപ്പ് ഇത് നടക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവൻ സിറ്റി മൊത്തം പറഞ്ഞു നടക്കാൻ കാര്യം എന്റെ അക്കാവ കെട്ടിക്ക പോറേ ചന്ദ്രബോസിന്റെ ആളി എന്താ എന്ന് പറഞ്ഞ നടക്കാനാണ് അവസ്ഥയിലോ പന്ന പോലെ. എന്നോട് എന്തോ പറഞ്ഞു കൈവെക്ക് ഞാൻ ഇപ്പൊ എന്റെ ആരെ കഴിക്കില്ല. അവന്റെ രണ്ട് കാലോടെ കൂട്ടി വെച്ചാൽ ചന്തിരടക്കം വെച്ച് നിന്നെ ഒരു അടി അടിച്ചാ നീ മസിയാ, നീ മരിച്ചോ, നീ മസിയായി പോയി. അവന്റെ ഓട്ടം നിന്നില്ലെങ്കിൽ നെഞ്ചത്തോടെ കയറി കേട്ടോ. പാണ്ടിലോറി പോടാ. അവന്റെ ഓട്ടം നിന്നില്ലെങ്കിൽ ഹലോ വലിയ ഡ്രസ് നൈറ്റി പോലെ ഇருக்கு. അങ്ങനെയാണെങ്കിൽ മാപ്പിള നീതാ മാപ്പിള എനിക്ക്. അങ്ങനെയാണെങ്കിലേ നീതാ യവനെ ബളിയെന്ന് വിളിച്ചാൽ മതി. കണ്ണാപ്പിനെ വലിയ വിളി வச்சு நான் தடுக்கும்டா. என் தொப்ப தொலைச்சுதான்டா என் உடம்புல புல்லட் பாயோ. வெடி வீடா பாப்போம். என் நெஞ்ச உள்ள എന്താ അപ്പൊ പറഞ്ഞ അങ്കിൾ ഞങ്ങൾക്ക്
അല്ല അങ്കിൾ അല്ലേ ഇന്ന് അതുപോലെ അങ്കിള് നാളെ ചന്ദ്ര പറയണ്ട അച്ഛാന്ന് വിളിക്കും. സോമോന്ന് വിളിച്ചാൽ മതി സംഭവം ഇത് അല്ല അങ്കിൾ അത് ഇപ്പം അലീനെ ഞാനായിട്ട് കാര്യം നിങ്ങള് റിലേഷനാണെങ്കിൽ ഞങ്ങൾ കറന്റ് ബ്രേക്കപ്പ് ആണ്. അപ്പൊ നിങ്ങളുടെ അളിയനെ നല്ലൊരു അളിയനെ കിട്ടട്ടെ എന്ന് ഞാൻ ഇത് ചെയ്യുന്നു, വിഷ് ചെയ്യാം. അപ്പൊ ശരി, ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. ബൈ. നമ്മള് പോവാണ് എപ്പോഴാ പോവാ? നാട്ടിൽ പോയിട്ട് വാങ്ങാൻ ചന്ദ്രു അളിയനെ കണ്ടപ്പോഴേ അച്ഛനാന്ന് അവന്റെ തോന്നുന്നു. അച്ഛൻ അവന്റെ അച്ഛൻ സോനു പപ്പടി നീക പപ്പടി നീക പപ്പടി എനിക്കിട്ട് വെക്കല്ലേ എനിക്കിട്ട് എന്നാ വെക്കല്ലേ. നിന്റെ അങ്ങനെ സൗണ്ട് ഒരുപോലെയാണ് നിന്റെ അച്ഛനാണെങ്കിൽ ഓ അതൊരിക്കലും ഇല്ല. ചന്ദ്രു ഓരോ വാടകമാരെ എടുത്തു വെക്കുന്ന പോലെ ഇങ്ങനെ എടുത്തു വെക്കണം കേട്ടാ. ചന്ദ്രു വേണമെങ്കിൽ എടുത്തു വെച്ചോ. ഹലോ, നിങ്ങൾ മാരീഡ് ആണോ? അല്ലല്ല പൊണ്ണു നോക്കിട്ട് എപ്പോഴേലും കളിക്ക് പോയിട്ടുണ്ടോ? കളിക്ക അത് തന്നെ ചാൻസ് ഇല്ല. അല്ല അതെന്നെ വെച്ച് കളിക്കും മാറിയുന്നത് എനിക്ക്. കളിക്കാൻ പോയിട്ടില്ലെങ്കിൽ കണ്ണാപ്പി சொல்ற ഒരു അവന്റെ അപ്പ മാതിരി അല്ലല്ല എന്റെ അപ്പ എന്റെ അപ്പ പിന്നെ എന്റെ അപ്പ அப்போ എന്റെ തലയിലടിച്ച് இவரெல்லாம் யாருன்னா வச்சு மேய்ப்பாங்களாம் ஒரு நாளைக்கு கூட மேய்க்க முடியாது பொறுக்கி மாதிரி பொறுக்கிட்டே இருக்கான் ஒரு இடத்துல நிற்கவே மாட்டான் നിന്നെ കാണുമ്പോഴേ അപ്പ മാതിരി തോന്നുന്നതാണ് പറയണേ. இல்ல இல்ல போய் அவன் போய் അവൻ അപ്പനില്ല, അപ്പൊ അവന്റെ അപ്പനാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അലീനയുടെ ആങ്ങളായിട്ട് ഞാൻ കാണാം, കണ്ണാപ്പിയുടെ അച്ഛനായ. கண்ணாடி வந்து என்னோட பையன் போல நோக்கணுமா அதே അതായത് എല്ലാരും കിட்ட சொல்லണം അവന്റെ പുള്ളതാങ്ങി എന്ന്. அல்ல இல்ல எனக்கு 20 வயசு தான் ஆகுது அது போல எப்படி எனக்கு 20 ஏஜ் தான் ஆகுது ഇങ്ങോട്ടോ நீ ஏதாவது ஒண்ணு பாரு ഒരു കുടുംബമാവൂല്ലേ ചന്ദ്ര, അത് നല്ലൊരു കാര്യം. അപ്പൊ എന്നെ മാത്രമേ ഉമ്പിക്കത്തുള്ളൂ. என் பேரு சோமு ആണല്ലേ? ബോസണ, ഇത് എന്റെ അത് തലയിൽ അവൻ അവൻ ഒരു ചാൻസ് അവൻ ഉണ്ട്. ഒരു നീലമുടിയാന്ന് മിനിറ്റ് പറഞ്ഞിട്ടേ എന്നെ ബ്രദറാക്കി കാണാനുള്ള ഒരു വഴി ഇതുണ്ട്. പേടിക്കണ്ട ചന്ദ്ര തലേന്ന് പോവില്ല. കുറച്ച് കണ്ടിപ്പോ ആ, അത് മതി. പേടിക്കണ്ട. அண்ணே பாட்டு இருக்கான்னு சொல்லிட்டு புள்ளி செய்யறானுங்க உனங்க இல்ல சன்ஸ்கிரீம் தான் என்ன கிரீம் தரும் சன்ஸ்கிரீம் வேணும் വേണമെങ്കിൽ നീകം തരൂലേ സോനു പപ്പടിക്ക്? என்ன கிரீம் வேணும் தருமா ഇഞ്ഞു വന്നാണ്. இல்ல சன்ஸ்கிரீன் மதி சன்ஸ்கிரீம் உண்டா സൺസ്ക്രീനാ? അതെ സൺസ്ക്രീൻ ഇല്ല. നീ കണ്ട ഒരു ബുജി ലുക്ക് ഉണ്ടല്ലോ, നീ എവിടെ നിന്ന് പറഞ്ഞേ? എവിടെ വരണോ? എങ്ക ഇരുന്ന് വരണ്ടേ പറേ? ആ ഇവിടെ പള്ളിട്ടൂലേന്ന് പറയേ. അപ്പൊ അലീന ഇതുവരെ അവൾക്കൊരു ബ്രദർ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടേ ഇല്ല. உங்ககிட்ட யார்ட்டும் പറയல. அலினா இத்தனை தவசம் தேடி இப்பதான் எத்தி. എന്താ சின்ன வயசுல என்னையும் அலினாவும் பிரிச்சுட்டாங்க. யாரு? ஜான் டாடி. എതുക്ക്? ബോസണ, எதுக்குன்னு தெரியல, எங்க டாடிட்ட ஜோடிக்கிறோம். മുതലേ ആധാരം വേണം. നീ അവങ്ങളുടെ തമ്പിയാണെന്നുള്ള ആധാരം കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഒത്തുക്കം പറയും. അത് കഴിഞ്ഞിട്ടേ അത് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആമാ. அது என்னடா ஆதாரம்? நான் பார்த்தாலே தெரியலையா? அலினா ஃபேஸ் தான் எனக்கு ഒന്നല്ലെങ്കിൽ ஒரே போல இருக்கும். ഒന്നല്ലെങ്കിൽ ഓ അപ്പം എന്ന് சொல்லണം, അല്ലെങ്കിൽ അതുക്കാക പ്രൂഫ്, ഇത് ജനന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. നീകനൊരു ആഗ്രഹമുണ്ട് ബോസണ. அப்பா விളിച്ചിട്ട് வரல. ബോസണ, നീകനൊരു ആഗ്രഹം. എന്നാ? എനിക്കെന്താ പപ്പടിക്ക് ഒരു ഹഗ് കൊടുക്കണമെന്ന്. എനിക്കല്ല, ഇവനാണ് ചന്ദ്ര. അച്ഛാന്ന് സോനുപപ്പടി മോൻ മോൻ നീ തന്നെ സോമനാ? சோமு ஜான் சோமு சோமு அப்படி யாரு தான் உங்களோட புள்ளை? நீகனா கண்ணனா? கண்ணனா?
കണ്ണൻ കണ്ണാ കണ്ണാപ്പി, കേട്ടാ ഞാൻ പോയി ക്യാമ്പിൽ വാടകയ്ക്ക് നിന്റെ മോനെ ஒரு நிமிஷம் தனியா வரீங்களா சந்திரன் அழியனே விடுவா എടാ കുറച്ച് ഞാൻ ഒരു ക്യാമറ அவனை நான் தண்டு அவனை வேணா பையன் மாதிரி நோக்கிறேன் என்னை வந்து எங்க அக்காவை நீங்க மேரேஜ் செய்யுமா അക്കാവെ മാരേജ് ചെയ്യുന്ന മുന്നാടി നീ ഇതാ അവളുടെ ബ്രദർ എന്ന് പ്രൂഫ് വേണം പ്രൂഫ് വന്നാൽ മാത്രമേ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ല കണ്ട എല്ലാരെയും പിടിച്ച് മാമന് മച്ചമെന്ന് വിളിക്കാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ പ്രൂഫ് ഈസ് മസ്റ്റ്. ഓക്കെ, ப்ரூஃப் தராலோ ആ പ്രൂഫ് വേണം. டிஎன்ஏ டெஸ்ட் ചെയ്യണமா DNA ഉറിയൊന്നും വേണ്ട എനിക്ക്. ഓൺലി നിന്റെ അപ്പ വന്ന് പറയണം ഇതിന്റെ. அப்பா வந்து പറയോ എല്ലാം പറയോ അപ്പ അപ്പൊ നാളെ വന്ന് എല്ലാം പറയോ അല്ലല്ല കണ്ണാപ്പിങ് വന്ന് വേഗം പറയട്ടെ. ആ അല്ലെ ഒരു സെക്കൻഡ് ഇപ്പൊ ചന്ദ്രൻ പറ കേട്ടെ. ചന്ദ്രൻ പറ നമ്മള് ഒതുക്കുന്ന കേസം കേട്ട് സംഭവം ഇത് ചന്ദ്രന്റെ അളിയൻ തന്നെ. ഇത് സംഭവം അലിയുടെ ബന്ധത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കാര്യം പറയട്ടെ നമ്മുടെ നെറ്റില് സിംഗിൾസ്, അതായത്